എന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരവസരം തരണം. എനിക്ക് പാർട്ടി തന്നുള്ള അവസരങ്ങളെല്ലാം വളരെ മോശപ്പെട്ടാണ്. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ പുതിയ KPCC അധ്യക്ഷൻ ആരാണ് എന്നൊരു ചോദ്യം ബാക്കിയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇപ്പോൾ ഒപ്പം ചേരുന്നത്. ഇപ്പോൾ പുതിയ KPCC പ്രസിഡന്റ് ആരാണെന്ന് ചോദ്യം പ്രവർത്തകർ തന്നെ ചോദിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് നീണ്ടുപോകുന്നുണ്ടോ ആ പ്രഖ്യാപനം? അല്ല, KPCC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയൊക്കെ നിയമിച്ചതിന് ശേഷം പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ മറ്റ് സെക്രട്ടറിമാരുടെയൊക്കെ പോസ്റ്റ് നടത്തണമെന്ന് പലതവണ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല ആവർത്തി അതിനെക്കുറിച്ച് ഒരു അന്തിമ ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രവൃത്തി പദത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടിപ്പോൾ KPCCയുടെ പ്രസിഡന്റ് മന്ത്രിയായി, 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിയായി, അനിൽകുമാറും അതുപോലെ തന്നെ വിശ്വനാഥും. അപ്പോൾ പാർട്ടിയിൽ ഒരു സമൂലമായ അഴിച്ചുപണിക്കുള്ള സമയമായി. 10 വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്തു പോയെങ്കിലും അവിടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഭരണമിരിക്കുന്ന കേരളത്തിൽ വളരെ വലിയ സമരങ്ങൾ നേരിടേണ്ടി വരും ഗവൺമെൻറ്റിന്. അപ്പോൾ പാർട്ടിക്ക് അതിനനുസരിച്ചൊരു നേതൃത്വം വന്നില്ലെങ്കിൽ പ്രതിരോധിക്കാനാവില്ല, പ്രത്യാക്രമണം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള KPCC പ്രസിഡന്റുമാരെ തീരുമാനിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ജാതി സമവാക്യങ്ങൾ നോക്കിയിട്ടാണ് ഇവിടെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്. പാർലമെൻ്ററി പാർട്ടി നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ, പിന്നെ ഒരു മുന്നോക്കക്കാരനാണെങ്കിൽ പിന്നോക്കക്കാരനെ വയ്ക്കുക. അങ്ങനെ ജാതി സമവാക്യങ്ങൾ നോക്കി വെച്ച പ്രസിഡന്റുമാരെ കൊണ്ടൊന്നും കോൺഗ്രസിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ജാതി സമവാക്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പൈതൃകം, പാരമ്പര്യം, പ്രവർത്തന മികവ്, യോഗ്യത, അപ്പോൾ യോഗ്യതയാകണം മാനദണ്ഡം. അങ്ങനെ യോഗ്യത മാനദണ്ഡമാക്കിയെങ്കിൽ മാത്രമേ ഇനി കേരളത്തിലെ കോൺഗ്രസ് വളരുകയുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ് തളർന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങയുടെ പ്രവർത്തന പാരമ്പര്യം കണക്കിലെടുക്കണം. അതുകൊണ്ട് ഞാൻ 1978 തൊട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിൽ, നാഷണൽ തലത്തിൽ, അതുപോലെ സേവാദൾ കേരളത്തിൽ നാഷണൽ തലത്തിൽ, അതുപോലെ KPCC ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് വക്താവ്, AICC മെമ്പർ, അങ്ങനെ ഇതെല്ലാം ഇലക്റ്റഡാണ്. അപ്പോൾ ഈ പദവികളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മിനിമം 5 പ്രാവശ്യം വെച്ച് പോയിട്ടുണ്ട്. 5 പ്രാവശ്യം കേരളത്തിലെ മുഴുവൻ. ഏതാണ്ട് 5ഓളം കാൽനട യാത്രകൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വന്നിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെയും രമേശ് ചെന്നിത്തലയും അതുപോലെ മുരളീധരൻ്റെ യാത്ര, പിന്നെ ആൻ്റണി യാത്ര, TH മുസ്തഫയുടെ യാത്ര, അങ്ങനെ നിരവധി യാത്രകൽപ്പങ്ങൾ. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. അവരെ നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ പല പല പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ആധിക്യമുള്ള കാലമാണ്. അതുകൊണ്ട് ഒരുപാട് പണമുള്ള ആളുകൾക്ക് അവർക്ക് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാം. ആരെങ്കിലും ഒരാൾ KPCC പ്രസിഡന്റിലേക്ക് വന്നാൽ അവരെ ആക്രമിക്കുക, അവരെ അപഖ്യാതിപ്പെടുത്തുക, അവരെ അപകീർത്തിപ്പെടുത്തുക, അതിനൊക്കെ ഈ സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് രാവിലെ കോൺഗ്രസ് പ്രസിഡന്റിനും അതുപോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കും അതുപോലെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും ഒരു ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. ഞാൻ സന്ദേശം ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൂടി ഞാൻ കൈമാറും. അപ്പോൾ ഇന്ന് പരിഗണിക്കപ്പെടുന്നവരിൽ യോഗ്യത മാനദണ്ഡമാക്കിയാൽ എന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരവസരം തരണം. എനിക്ക് പാർട്ടി തന്നുള്ള അവസരങ്ങളെല്ലാം വളരെ മോശപ്പെട്ടാണ്. തലശ്ശേരിയിലാണ് മത്സരിക്കാൻ തന്നത്, അത് കഴിഞ്ഞ് കുണ്ട്ര, അത് കഴിഞ്ഞ് 35 വർഷം ജയിക്കാത്ത കാസർഗോഡ്, അവിടെ 40,438 കൊണ്ട് ആദ്യം ജയിച്ചോ പറഞ്ഞു ജനങ്ങൾക്ക് പറ്റിയൊരു കയ്യബദ്ധമാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 1,640,000 ജയിച്ചു. ഇത്തവണ അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനൊരു പ്രഖ്യാപനം നടത്തി. കാസർഗോട്ട് നിന്ന് 4 MLA-മാരുമായിട്ട് ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് വരൂ. മഞ്ചേശ്വരവും കാസർഗോട്ടും ഞങ്ങൾ ഡിപ്പോസിറ്റാണ്. 91 ശേഷം ഉദുമ ജയിച്ചിട്ടില്ല. അവിടെ ഞാൻ നീലകണ്ഠനെ MLA ആക്കി. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഈ തൃക്കരിപ്പൂർ മണ്ഡലം ഉണ്ടാക്കിയതിന് ശേഷം ഇന്നുവരെ ജയിച്ചിട്ടില്ല. അവിടെയും MLA, കോൺഗ്രസ് MLA ഉണ്ടാക്കി. ഇപ്പം 4 എന്നുള്ള ഒന്നുകൂടെ അഡീഷണലായി. പയ്യന്നൂർ കാസർഗോഡ് പാർലമെൻറ്റാണ്. അവിടെ കുഞ്ഞികൃഷ്ണൻ ജയിച്ചോടുകൂടി 5 MLA-മാരായി. അപ്പോൾ വളരെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് ആണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തത്.
അതുകൊണ്ടാണ് എനിക്കൊരവസരം തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ചില ഫ്ലെക്സുകളൊക്കെ പല ഡി സി സികൾക്ക് മുമ്പിലും വരുന്നുണ്ട്. MLA മാരും MP മാരും മണ്ഡലം നോക്കട്ടെ, അങ്ങനെ അല്ലാത്തൊരാൾ വരട്ടെ എന്നാണ് ആ ഫ്ലെക്സുകൾ പറയുന്നത്. അല്ല, പാർലമെൻറ്റ് ഇലക്ഷനും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. കാരണം MLA മാരെ MP മാരെ ഒഴിവാക്കിയാൽ എനിക്ക് യാതൊരു പരാതിയില്ല. ഞാനാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ MP മാർക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ടത്. 7 MLA മാർ ചേരുന്നതാണ് ഒരു MP. എന്തിനാണ് അവർ MLA നടക്കുന്നത്? അപ്പോൾ അവരുടെ ഉദ്ദേശം MLA ആകുക എന്നുള്ളതല്ല, മന്ത്രിയാകുക എന്നുള്ളതാണ്. അത് ദുരുദ്ദേശമാണ്. അതുകൊണ്ടാണ് അതിശക്തമായൊരു തീരുമാനം ഞാൻ എടുത്തു. അത് പരസ്യമായി ഞാൻ പറഞ്ഞു. കേരളത്തിലെ MP മാർക്ക് സീറ്റ് കൊടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകരുത്. ഹൈക്കമാൻഡ് തയ്യാറായില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും ഹൈക്കമാൻഡ് പറയുന്നു MP മാരെ KPCC പ്രസിഡൻ്റ് ആക്കില്ല, MLA മാരെ ആക്കില്ല. എനിക്കൊരു പരാതിയില്ല. പറഞ്ഞാൽ ശരി. അപ്പോൾ സ്വാഭാവികമായി ഇവരെ പരിഗണിക്കുകയാണെങ്കിൽ എന്നെയാണ് പരിഗണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അദ്ദേഹത്തിന് ആ പ്രവർത്തന പാരമ്പര്യമുണ്ട്, അതുകൊണ്ട് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഇമെയിൽ സന്ദേശമായി അയച്ചിട്ടുള്ളത്. ഷിബു ചെടിച്ചേരിക്കൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.